വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങളെ മാളൂട്ടിന്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അതെ, നമുക്ക് എപ്പോഴും ബ്ലാക്ക് തന്നെയാണല്ലോ. ഞങ്ങളെ ഫേവറേറ്റ് ബനിയനാണിത്, അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. അപ്പൊ മാളൂട്ടിയും ഇന്ന് ബ്ലാക്ക് ഡ്രസ്സാണ്. യെസ്. അപ്പം മാളൂട്ടി ചെറിയ രീതിയിൽ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് നമ്മൾ ആനുവൽ ഡേക്ക് പ്രോഗ്രാമിന് പോവാൻ പറ്റുമോ എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കൺഫേം ആയതുകൊണ്ട് അതെ, അപ്പൊ ലേറ്റ് ആയിട്ടാണ് നമ്മൾ പോവാൻ പറ്റും എന്നുള്ളത് കൺഫേം ആയത്. അപ്പൊ അതുകൊണ്ട് ചെറിയ രീതിയിൽ കുറച്ച് പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു ഇൻട്രോ പറയുന്നുണ്ട്. പിന്നെ അവൾക്ക് അറിയാവുന്ന ഒരു ചെറിയൊരു ഡാൻസ് തട്ടിക്കൂട്ടി അവള് കളിക്കുന്നുണ്ട്. പിന്നെ ആനുവൽ ഡേക്ക് ഒരു ഗസ്റ്റ് ഒക്കെ ഉണ്ട്, അത് ആരാന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പം മാളൂട്ടി ഈ ഡ്രസ്സ് തന്നെയാണ് ഡാൻസിനും ആങ്കറിങ്ങിനും ഇന്ന് കംപ്ലീറ്റ് ചെയ്ത ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇതിൽ വേറെ കുറച്ച് ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, അത് ആ ടൈമിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ നമുക്ക് പ്രോഗ്രാം തുടങ്ങാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേഗം സ്കൂളിലേക്ക് പോവാം. പോകുന്നതിന് മുമ്പ് ഒന്ന് ഡാൻസ് കളിച്ച് നോക്കിക്കോ. അതാ മാളൂട്ടിൻ്റെ ഡിയറസ്റ്റ് കസിൻ ഉണ്ട്, ഹൈറു. ഇത് ഹൈറു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. കുറേ മുന്നേ കൊടുത്തതായിരുന്നു, പക്ഷെ മാളൂട്ടിക്ക് ഇപ്പോഴാണ് ഇത് പാകാവുന്നത്. ഏത് പാട്ടാ കളിക്കാൻ പോകുന്നത്? വിജയ് ഫാനാ? അതുകൊണ്ടാ. അപ്പം ഞങ്ങളങ്ങനെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിൽ എത്താനായ സമയത്ത് അവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മാളൂട്ടിയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഷൂട്ട് കാരണം പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് അവളെല്ലാ അറേഞ്ച്മെൻറ്റ്സും കാണുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളെയും അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലൈനായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ്. ചെറിയ മക്കളെയൊക്കെ അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളെയും പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാൻഡ് സെറ്റിൻ്റെ ടീമും എല്ലാം സെറ്റായി നിന്നിട്ടുണ്ട്. ഇനി ഗസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ടീമായിരുന്നു, ബിനീഷ് ചേട്ടൻ. അങ്ങനെ ബിനീഷ് ചേട്ടൻ വന്നു. പിന്നെ നമ്മൾ എറണാകുളം മേയർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ മാനേജർ അച്ഛൻ ഉണ്ടായിരുന്നു. അതുപോലെ വേറെ ഒരുപാട് ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ബാൻഡ് സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ഗസ്റ്റിനെയൊക്കെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി. ഫസ്റ്റ് വെൽക്കം ഡാൻസ് ആയിരുന്നു, അതിനുശേഷമാണ് ഇനാഗുറൽ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെൽക്കം ഡാൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഭയങ്കര ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലൊക്കെ വന്നിട്ട് കേരളത്തിൻ്റെ ഒരു ടച്ചൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വെൽക്കം ഡാൻസ് ആയിരുന്നു. വെൽക്കം ഡാൻസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് വെൽക്കം ഡാൻസിൽ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റിനൊക്കെ ചന്ദനം തൊട്ട് കൊടുത്തു. We are greatly honored to have with us the young actor of Malayalam cinema, Mr. Binish Bastin, as our celebrity guest this evening. With loving hearts, we welcome you to this celebration. ഞങ്ങൾ ആനുവൽ ഡേക്ക് വരുന്ന കാര്യം കൺഫേം അല്ലാത്തതുകൊണ്ട് അവളെ ആങ്കറിങ്ങിന് നിർത്തുന്നത് ഉറപ്പില്ലായിരുന്നു. പക്ഷെ അവൾ വരുവാണെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് രണ്ടെണ്ണം അവളെ കൊണ്ട് പറയിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരെണ്ണം വിളിച്ചിട്ട് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൾക്ക് ആ കൺഫ്യൂഷനായിട്ട് അവൾ പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ നമ്മുടെ മാളൂട്ടി നിയാസ് ജോർജ് സാറെ ഞാൻ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. പെട്ടെന്ന് അങ്ങ് എല്ലാം പറഞ്ഞു കൊടുത്ത് വിട്ടപ്പോൾ അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനായി. അതാണ് നമ്മുടെ മാളൂട്ടി എന്നൊക്കെ അവൾ തന്നെ പറഞ്ഞത്. അപ്പം ഇനി വെൽക്കം ചെയ്യുന്നത് കൂടുതൽ അവളെ കൊണ്ട് പറയിക്കേണ്ടെന്ന് കരുതി ഇനി പ്രോഗ്രാം സമയത്ത് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ PTA മെമ്പേഴ്സൊക്കെ അവിടെ ചായയും കടിയെല്ലാം സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയി ചായ കുടിച്ചിട്ട് വരാമെന്ന് കരുതി. അപ്പോഴേക്കും ഇവിടെ ഇനാഗുറേഷൻ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് വീഡിയോ ലോങ് എന്ന് എടുക്കാൻ പറ്റുള്ളൂ. ബലൂൺസ് ഒക്കെ പറത്തി വിടുന്നുണ്ടായിരുന്നു മുകളിലേക്ക്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് അവിടെ പോയിരുന്നു പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രസംഗത്തിന് ഭയങ്കര കയ്യടി തുടക്കം കിട്ടിയെന്ന് പറയാൻ വേണ്ടിയാണ്. ഈ കയ്യടികളാണ് എന്നെ പോലത്തെ ചെറിയ കലാകാരന്മാർക്കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രചോദനം. അങ്ങനെ ബിനീഷ് ചേട്ടൻ എല്ലാവരോടും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. മാളൂട്ടീനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാളൂട്ടീനെ കുറിച്ച് പറയുന്നൊന്നും. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. വളരെ സന്തോഷം.
അയ്യോ. അങ്ങനെ ഗസ്റ്റൊക്കെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ബിനീഷേട്ടന് ഒരു സ്പെഷ്യൽ മൊമെൻറ്റോ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള സമ്മാനദാനമായിരുന്നു കേട്ടോ. മാളൂട്ടിക്ക് കഴിഞ്ഞ തവണ ആനുവൽ ഡേക്ക് സമ്മാനമൊന്നും സ്റ്റേജിൽ കയറി വാങ്ങാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. അവർക്ക് TV ഷോസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്കൂളിൽ നിന്ന് നമ്മൾ പ്രൈസ് വാങ്ങുന്നതിന് വേറൊരു ഫീൽ തന്നെയാണ്. പിന്നെ ഇത്തവണ ഗ്രീൻ ഹൗസ് ആയിരുന്നു കേട്ടോ ഓവറോൾ വിന്നർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മൊമെൻറ്റോ ബിനീഷേട്ടനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാളൂട്ടീൻ്റെ ഫോക്ക് ഡാൻസിന് ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ മൊമെൻറ്റോ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ നിന്ന് അവൾക്ക് സമ്മാനം വാങ്ങിക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങൾ സ്പോർട്സും ആർട്സും ഒക്കെ ഇത്തവണ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്പോർട്സിനൊന്നും ഉണ്ടായിരുന്നില്ല പ്രൈസ്. പക്ഷേ ആർട്സിന് 3 എണ്ണത്തിന് ചേർന്നതിൽ 2 എണ്ണത്തിനും ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അതിൽ ആക്ഷൻ സോങ്ങിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഓൾറെഡി സ്കൂളിൽ നിന്നൊരു നോർമൽ ഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോക്ക് ഡാൻസിനുള്ള ഫസ്റ്റ് പ്രൈസ് ആണ് ഇപ്പോൾ ആനുവൽ ഡേക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു സമ്മാനെങ്കിലും വാങ്ങണം എന്ന് അവൾ ആഗ്രഹിച്ചു. അതവൾ നേടുകയും ചെയ്തു. അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. മാളൂട്ടി വാ. ടീമേ എന്തൊക്കെയുണ്ട് വിശേഷം? സിനിമ അഭിനയിക്കണേ ഇപ്പൊ ചേച്ചിയുടെ കൂടെ അഭിനയിച്ച പടം എങ്ങനെയുണ്ട്? ഭയങ്കര ഹിറ്റായിരുന്നില്ലേ? എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? നമ്മുടെ ദളപതി വിജയ് എന്റെ കൂടെ പാട്ട് പാടുവോ? ഏത് പാട്ട് പാടാ? ടീമേ പാടുവോ? ആദ്യം ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് പാടാം. ടീമേ 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 പാട്. ടീമേ ഇങ്ങനത്തെ ടീമിനെ നമുക്ക് വേണ്ട. ഇങ്ങോട്ട് പോ. ആഹാ കൊച്ചു പറഞ്ഞോട്ടാ. ടീമേ 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 നല്ല താളമുണ്ട്. കൊച്ചു താളമുണ്ട് നമ്മുടെ. ടീമേ 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 ഒരു പ്രാവശ്യം കൂടി എല്ലാരും പൊളിക്കണ്ടേ? നമുക്ക് ചെറിയ ടീമല്ല, ഇടില ടീമാണ്. കുമ്പളങ്ങി കായലിലെ കരിമീൻ കഴിച്ചു, കണ്ണമാലി കടലിൽ കണ്ണമ്പ് വന്നു, കണ്ടക്കടവിലെ കടവ് കണ്ടോ, കുട്ടാന്റെ കടയിലെ കട്ടൻ കുടിച്ചോ. ടീമേ ടീമേ കുമ്പളങ്ങി കായലിലെ കരിമീൻ കഴിച്ചു, കണ്ണമാലി കടലിൽ കണ്ണമ്പ് വന്നു, കണ്ടക്കടവിലെ കടവ് കണ്ടോ. അടിപൊളിയല്ലേ? നമുക്ക് ഒരു പാട്ടും കൂടി ഒരുമിച്ച് പാടിയല്ല. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പുമാരാണ്. എന്നെക്കാളും നന്നായിട്ട് പാടുന്നു. ഒരു പ്രാവശ്യം കൂടി കറക്റ്റ് താളമുണ്ടാ. 1 2 3 come on. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പുമാരാണ്. ബോട്ട് നിറയെ നല്ലൊരു കൈഡ് കൊടുക്കട്ടെ. അടിപൊളി അടിപൊളി പാട്ട് മതിയല്ല. ചെറിയ പിള്ളേരുടെ പരിപാടി കാണണ്ടേ? ചെറിയ ടീമല്ല, കിടില ടീമാണ്. അങ്ങനെ ബിനീഷേട്ടൻ 2 പാട്ടൊക്കെ പാടി അവിടെ ഫുൾ എല്ലാവരെയും എനർജറ്റിക് ആക്കി. കുട്ടികളൊക്കെ ശരിക്കും അത് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ അതിൻ്റെ ശേഷമാണ് പിന്നെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ശേഷം പിന്നെ സ്കൂളിലെ ആ ഒരു ഇയറിലെ അച്ചീവ്മെൻറ്റ്സും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഡാൻസും പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങും. അപ്പോൾ മാളൂട്ടീനെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അധികമൊന്നും ചെയ്യാനില്ല, കാരണം ആ ഒരു സെയിം ഡ്രസ്സ് തന്നെയാണ് മാളൂട്ടി ഡാൻസിന് ഇടുന്നത്.
പക്ഷേ ഞാൻ ഹിപ്പിൽ ബെല്ലി ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാണ് മാളൂട്ടീൻ്റെ മേക്കപ്പ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി വീട്ടിൽ നിന്ന് ചെയ്തു വന്നത് തന്നെയാണുള്ളത്. ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബ്ലഷ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്ലിറ്റർ ഉണ്ടല്ലോ മാളൂട്ടി യൂസ് ചെയ്യുന്നത്, അത് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ആ ഡാൻസിനൊക്കെ ചേരുന്ന ആ ഒരു മേക്കപ്പ് ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ബാക്കി നമുക്ക് ഡാൻസ് കാണാം. അപ്പോൾ അവിടെയുള്ള ഒരു ഏഞ്ചലിൻ്റെ സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ആൾ പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡാൻസും പ്രോഗ്രാംസൊക്കെ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് മാളൂട്ടീൻ്റെ ഡാൻസ്. അപ്പോൾ ഞങ്ങളവിടെ സെറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ മാളൂട്ടീനെ കയറ്റി വിടാൻ നിൽക്കുമ്പോഴും ഞാൻ പണ്ട് സ്കൂളിലൊക്കെ ഡാൻസിന് പ്രിപ്പയറായി സ്റ്റേജിൽ കയറാൻ നിൽക്കുന്ന പോലൊരു ഫീലാണ് കേട്ടോ എനിക്ക്. അങ്ങനെ മാളൂട്ടീൻ്റെ പ്രോഗ്രാമായി. മാളൂട്ടി ഭയങ്കരമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അവൾക്ക് അറിയാവുന്നൊരു ഡാൻസ് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം നമുക്ക് വ്ളോഗിൽ മ്യൂസിക് വെച്ചിടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും മുബിക്കാക്ക വന്നിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മാളൂട്ടി ഇട്ട ഈ മാല ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ ഡ്രസ്സിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബിനീഷേട്ടൻ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ബിനീഷേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് സ്റ്റേജിൻ്റെ അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ 1-2 പ്രോഗ്രാംസിനും കൂടെ മാളൂട്ടി അനൗൺസ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടാണ് മാളൂട്ടി മലയാളത്തിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്കൂളിൽ ആങ്കേഴ്സായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മാളൂട്ടിക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതായതുകൊണ്ട് മലയാളത്തിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിലാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലാവുമ്പോൾ അവൾക്ക് നോക്കി വായിക്കാനൊന്നും അറിയാത്തതുകൊണ്ട് അവളത് പഠിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ലല്ലോ. മലയാളം ആവുമ്പോൾ പിന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്താൽ അവളുടെ രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ പിന്നെ എന്ത് പെർഫോം ചെയ്യുകയാണെങ്കിലും ഭയങ്കര രസമായിരിക്കുമല്ലോ അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒപ്പന ഉണ്ടായിരുന്നു. ഒപ്പനയ്ക്ക് ഒരു വെറൈറ്റി കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ട്രഡീഷണൽ പോലെയല്ല, ഇത് കോമ്പറ്റീഷൻ അല്ലല്ലോ, ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കളർ കോമ്പിനേഷനും പിന്നെ എല്ലാവരും പ്രസൻറ്റ് ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് യുകെജിയിലെ കുറച്ച് ഡിംഗിൾ പട്ടാളങ്ങളുടെ ഡാൻസ് കാണാം. ചില പ്രോഗ്രാംസ് മാത്രമാണ് കേട്ടോ മാളൂട്ടി അനൗൺസ് ചെയ്യുന്നത്. അതിലൊരു ഗോവൻ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ അവളെ സെറ്റ് ചെയ്ത് അവിടെ നിർത്തി. പക്ഷെ കർട്ടൻ പൊന്തിച്ച ഉടനെ പാട്ട് വന്നതിൽ ഇവക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ കരുതി അവൾ ചെറുതായിട്ട് ചമ്മിയതുകൊണ്ട് ആകെ ഡൗൺ ആയി പോകുമെന്ന് കരുതി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഡാൻസ് കഴിഞ്ഞ സമയത്ത് പോയിട്ട് അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അതൊരു തമാശ പോലെ കാണാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവളും അതൊരു ഫണ്ണായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഗോവയിലൊക്കെ പോയി അടിച്ച് പൊളിച്ചില്ലേ? അപ്പോ നമ്മൾ ഗോവയിൽ പോയ കൂട്ടുകാർക്ക് വേണ്ടി ഒരു നല്ല കയ്യടി കൊടുത്തേ. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ബാക്കി പ്രോഗ്രാംസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ വന്നിരുന്നു. അപ്പോഴാണ് ഐസ്ക്രീം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി അത് വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടികൾ കാണാനിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ് ആയിരിക്കും. അങ്ങനെ ഇരുന്ന് പ്രോഗ്രാംസ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ടിരുന്ന് പ്രോഗ്രാംസ് കാണാൻ പറ്റും. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. എന്തിനാ കിട്ടിയ? ഇത് വേറൊരു ദിവസം സാധാരണ ദിവസം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അപ്പൊ കിട്ടിയതാണിത്. പിന്നെ ഇത് ആനുവൽ ഡേ കിട്ടിയതും. ഫോക്ക് ഡാൻസ് ഫസ്റ്റ് പ്രൈസ്, ഇത് ആക്ഷൻ സോങ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ മാളൂട്ടീൻ്റെ ആനുവൽ ഡേ വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. FBയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.